സത്യം പറയാലോ നിധി, നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ടാ ഞാൻ നിന്നെ ഈ വീട്ടിൽ കണ്ടത്. ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുമെന്ന് തോന്നിയാ പ്രാണം കൊടുത്തും നീ അതിനെ തടയൊന്ന് ചിന്തിക്കുന്നവളല്ലേ ഞാൻ. എന്നിട്ട് നീ ഇപ്പൊ എന്നെ വഞ്ചിച്ചില്ലേ? നല്ല ഒന്നാന്തരം ചതിയില്ലേ നീ ചെയ്തു കളഞ്ഞത്? ദ്രോഹി, വഞ്ചകി. ശത്രുക്കൾ പോലും ഈ കുടുംബത്തോട് ഇത്രയും വലിയ വഞ്ചന ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ച് സ്നേഹിച്ച നീ എന്നോടത് ചെയ്തു. ഈശ്വരമംഗലത്തോടും എന്റെ മോനോടും നീ കാണിച്ച വഞ്ചനയത്, വിശ്വാസ വഞ്ചന. അമ്മ, എന്നെ ഇങ്ങനൊന്നും പറയരുതമ്മ, പ്ലീസ്. എനിക്കിത് താങ്ങാവുന്നതിനപ്പുറമാണ്. ദേവി, അത് അമ്മ എന്നൊന്നും മനസ്സിലാക്കണം. ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഒരിക്കൽ അമ്മയ്ക്ക് ബോധ്യമാവും. സത്യത്തിൽ ശിവാനി പഴയ ശിവാനി അല്ലമ്മ. അവൾ ഒരുപാട് മാറിയിപ്പോ. അത് ശരി, അങ്ങനെ വഴിക്ക് വാ. അപ്പൊ ശിവാനിയെ കാണാൻ പോയ കാര്യവും അവളെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്ത കാര്യവും നീ തന്നെ അങ്ങ് സമ്മതിച്ചു അല്ലേ? അമ്മ, ഞാൻ മിണ്ടിപ്പോകരുത്, നീ മിണ്ടിപ്പോകരുത്. നിനക്കിപ്പോ പ്രണവിന്റെ ജീവിതത്തെക്കാളും വലുത് നിന്റെ അമ്മാവന്റെ മോളുടെ ജീവിതമാണല്ലേ? ഓ, രക്തബന്ധമല്ലേ? എത്രയൊക്കെയാണെങ്കിൽ അത് മറക്കാൻ പറ്റില്ലല്ലോ. നടക്കില്ല. നിന്റെ ഒരു ഉദ്ദേശവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. അതല്ല, നിന്റെ കെട്ടിയോനുണ്ടല്ലോ, എന്റെ മകൻ ഗൗതം, അവനെയും കൂടെ കൂട്ടുപിടിച്ച് ശിവാനെ ഇവിടെ കൊണ്ടുവന്നേ അടങ്ങൂ എന്നാണ് നിന്റെ പരിപാടിയെങ്കിൽ പിന്നെ ഇവിടെ ഞാനുണ്ടാവുന്നു പ്രതീക്ഷിക്കണ്ട. എന്താ അമ്മ ഇത്? അങ്ങനൊന്നും പറയല്ലേ. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് ഈ അമ്മയാ. എങ്കിൽ എന്റെ തീരുമാനം ഇവിടെ നടക്കണം. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അനുസരിച്ചോളാന്ന് നീ വെറും വാക്ക് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. നാളെ രാവിലെ നീ റെഡിയായി നിൽക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവാൻ. മനസ്സിലായോ? വാക്കുമാറ്റിയ ഭസ്മമാക്കി കളയുന്ന ഉഗ്രമൂർത്തിയാ. ആ ഭദ്രകാളി അമ്മയുടെ മുന്നിൽ വെച്ച് നീ തീനാളം തൊട്ട് സത്യം ചെയ്തു തരണം എനിക്ക്. ശിവാനി ഇവിടേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരിക്കലും നീ കൂട്ടു നിൽക്കില്ലെന്ന്. എന്താ പറ്റുമോ? ഈശ്വരമംഗലത്തിന് ദോഷം വരുത്തുന്നതൊന്നും നീ ചെയ്യില്ലെന്ന് നീ പറഞ്ഞത് നേരാണെങ്കിൽ നാളെ ഭദ്രകാളി അമ്മയുടെ മുന്നിൽ വെച്ച് നീ സത്യം ചെയ്യണം. പറ്റുമോ ഇല്ലയോ? പറ്റുമോ ഇല്ലയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ വരാം.